Yeah, okay. Yeah, okay. Sugar? No, With sugar. with sugar. With sugar. ഷുഗർ ഇട്ടില്ലല്ലോ. പുള്ളി എനിക്ക് കുടിക്കാൻ ലെമണാഡോ കൊണ്ടു തന്നിട്ടുണ്ട്. യുവർ നെയിം? Ja, ja. ഫൈസ്. Ljubica. ലുബിസ. രണ്ട് സൈക്ലിസ്റ്റുകൾ പുറയിലതാ വരുന്ന. Oh, how are you? ഹലോ ഫാൻ. Where are you going? വാട്ട് ഇസ് യുവർ നെയിം? Marco. മാർക്കോ. നൈസ് നെയിം. Yours? ഫൈസ്. ഫൈസ്. Fayis? Good question. My brother is playing the U16 European Championship in basketball. Oh, so that's my good. mother and I, we drove down. Oh. രണ്ട് സൈക്ലിസ്റ്റുകൾ പുറയിലതാ വരുന്ന. Oh, how are you? ഹലോ ഫാൻ. Where are you going? കാലി സ്ഥലമാണ്. പോകുന്ന വഴിക്ക് ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ഇൻഡസ്ട്രി മീൻസ് വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പാണ്. ഞാൻ എൻ്റെ സൈക്കിളിന് ചെറിയൊരു പണി ചെയ്യാനുണ്ട്. ചോദിച്ചു നോക്കിയിട്ടുണ്ട്. വല്ല ഐഡിയയും കിട്ടുമോ നോക്കട്ടെ. എന്തെങ്കിലും സംഭവം. ടയർ എല്ലാ പരിപാടിയും ഉണ്ട്. കാറിൻ്റെ വർക്ക്ഷോപ്പാണ്, ഇൻഡസ്ട്രിയാണ്. മൊത്തത്തിൽ എല്ലാ പണിയെടുക്കുന്ന ഒരു വർക്ക്ഷോപ്പ്. ഫ്രം സെർബിയ. പുള്ളി എനിക്ക് കുടിക്കാൻ ലെമണാഡോ കൊണ്ടു തന്നിട്ടുണ്ട്. യുവർ നെയിം? Ja, ja. ഫൈസ്. Ljubica. ലുബിസ. Yeah, ഓക്കെ. Serbia. സെർബിയ. താങ്ക് യു സോ മച്ച്. പുള്ളി ഇവിടെ ഒരു സെറ്റപ്പ് തൽക്കാലം ചെയ്തു തന്നിട്ടുണ്ട്. പോരാ, ഒരു പെർമനൻറ്റ് സെറ്റപ്പ് വേറെ എവിടെന്നെങ്കിലും ചെയ്യിക്കണം. ഞാനൊരു മെറ്റാലിക് എൽബോ കിട്ടുമോ നോക്കി വന്നതാണ്, പക്ഷെ സാധനം കിട്ടിയില്ല. ഇവിടുത്തെ വീടുകൾ ആകെ 3-4 വീടുകൾ. Do you want coffee? Yeah, okay. Coffee. Yeah, okay. Sugar? No, With sugar. with sugar. With sugar. Okay, thank you. Sit, Okay. Your name? Alexandra. Alexandra. You have a Instagram? You can Take a baba. Take it. Instagram Ecowheelers. Okay. Okay. അവരെന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കോഫി ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും കോഫിയൊക്കെ കുടിച്ചിട്ട് മെല്ലെ പോവാം. തിരക്കൊന്നുമില്ല. ചൂടില്ല. കാണുന്ന വെയിൽ നോക്കണ്ട. തണുത്തൊരു ഇതാണ്. വെയിൽ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക സുഖം. വെയിലില്ലാതെ ഇരിക്കുമ്പോൾ തണുപ്പാണ്. വെയിൽ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക സുഖമുള്ള വെയിൽ. എന്തായാലും നല്ല ക്ലൈമറ്റാണ്. കോഫി എത്തിയിട്ടുണ്ട്. താങ്ക്സ്. നല്ല സ്ട്രോങ് കോഫിയാണ് കേട്ടോ. ഒരു 1.5 സ്ട്രോങ് ആണ്. ഷുഗർ ഇട്ടില്ലല്ലോ. ഓക്കെ, ബൈ. ഞാൻ അവരോട് യാത്ര പറഞ്ഞു ഇങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് പോവാണ്. ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അപ്പുറം ഷോപ്പുണ്ട് പോലെ. അവിടെ ഇത് കിട്ടും എന്നാണ് പറയുന്നത്. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക്. ലെറ്റ്സ് ഗോ. ചെറിയ മനോഹരമായിട്ടുള്ള വീടുകൾ.
പെട്രോൾ പമ്പിന്റെ ഒരു സൈഡിലൂടെ ഹൈവേ പോകുന്നുണ്ട്, ഒരു സൈഡിലൂടെ. ഹലോ, ഹായ്. അവിടെ ഒരു സൈക്ലിസ്റ്റിനെ കണ്ടു. അവൻ ബ്രസീലിലാണ്. അവന് ബെർലിനിലേക്ക് പോവാണ്, ഹംഗറി വഴി ബെർലിൻ. Hey, your good name? Hi, my name is Mika. Mika, you're from? I'm from Germany. Germany. Yeah. You're from Germany? Yeah, I am. Oh, then you started from Skopje. Yeah, I did. Why don't you start from Germany? Good question. My brother is playing the U16 European Championship in basketball. Oh, So my that's mother and I, we drove down, Oh, and I had the idea to just, drive back to Budapest and catch a how bus many there. days when will you reach Budapest? Hopefully in 7 days. My bus is leaving in 8, so I have one spare day. Oh, If 7 something days. goes wrong, yeah, let's hope it doesn't. Okay. Anyway, nice. Only ഈ 2 ബാഗ് മാത്രമേ ഉള്ളൂ. ഇതാണ് പുള്ളിയുടെ ക്യാമ്പിങ്ങിന്റെ ടെന്റ്. എൻ്റെ ക്യാമ്പിങ്ങിന് നമുക്ക് അതിന്റെ ഡബിൾ സൈസ് ഉണ്ട്. Okay, anyway, nice to meet you, bro. Yeah. Take care. Bye. Enjoy. Have a good trip. Have fun. Yeah. Okay, bye bye. Okay, bye. ആള് പോയി. ആള് പറക്ക കേട്ടോ. ഡെയിലി 200 കിലോമീറ്റർ ഓടിച്ചിട്ട് അവന് ബുഡാപെസ്റ്റ് 7 ദിവസം കൊണ്ട് പിടിക്കാനാണ് പറയുന്നത്. ശരിക്കും ജസ്റ്റ് റൈഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ജസ്റ്റ് റൈഡ് മാത്രമായിട്ട് എന്താ കാര്യം? നമുക്കത് ഓരോ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് മെമ്മറബിൾ ആക്കണ്ടേ, എൻജോയ് ചെയ്യണ്ടേ. എനിക്ക് പോസിബിൾ അല്ല അത്. ഞാൻ ടൈം എടുത്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇതാ അവിടെയൊക്കെ നിർത്തി ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഞാൻ പോകുള്ളൂ. ഓക്കെ, ചെറിയൊരു ഇതാട്ടോ. ടൗൺ ആണോ വില്ലേജ് ആണോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ പോകുന്ന റോഡിൽ നിന്ന് അവിടെ ഒരു എക്സിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഹൈവേ പോകുന്നു നോക്ക്. ആ ഹൈവേയിൽ എനിക്ക് അലൗഡ് അല്ല. ഒരു 1.5 പാലം, 2 മലകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹൈവേ ആണ്. വില്ലേജിൻ്റെ ഒന്നും പേര് അടിപൊളി. എന്ത് രസാ വീടുകൾ ഇങ്ങനെ അറ്റിക്കറ്റിക്ക് മുകളിൽ കാണാൻ. താഴെ ഇറങ്ങണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതാണ് നമ്മളിപ്പോൾ കണ്ട വില്ലേജിൻ്റെ പേരിട്ടോ. എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വില്ലേജുകളുടെ പേരൊന്നും പറയാത്തത്. കാരണം എനിക്കറിയില്ല വായിക്കാൻ. ഇംഗ്ലീഷിൽ എഴുതിയാൽ തന്നെ അത് വായിക്കുക വേറെ എന്തൊക്കെയാണ്. അതാണ് പ്രശ്നം. ഇവിടെ ഒരു സ്ഥലമുണ്ട് ചച്ചക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഉള്ളൊരു സെർബിയൻ ഫാമിലി എന്നെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പോണോ വേണ്ടേ എന്നുള്ളതിലാണ്. ഞാൻ പോകുന്ന വഴി മാറിയിട്ടാണത്. എനിക്കാണെങ്കിൽ ആകെ 10 ഡേയ്സ് സെർബിയയിലുള്ളൂ. ഐഡിയ കിട്ടുന്നില്ല. പോണോ? പോയാൽ ഒരു ഫാമിലിയുടെ കൂടെയുള്ള അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും നോക്കട്ടെ. ചച്ചക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ചച്ചക്ക് എങ്ങനെയാ? ഇവർ ചച്ചക്ക് CA എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചച്ചക്കാണ്. CH ഒന്നുമില്ല, CACAK ചച്ചക്ക്. അങ്ങനെ ചച്ചക്ക് വായിക്കുക. ഇവിടെ മാനുണ്ടെന്ന് തോന്നുന്നു ബോർഡിൽ. മാൻ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ സെർബിയയിലെത്തിയപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഞാനൊരാളെ കണ്ടു ഒരു വില്ലേജിൽ. അയാൾ ചോദിച്ച് കുടിക്കാൻ വേണം. ഞാൻ ചോദിച്ചാൽ എന്താണെങ്കിലും
ഞാൻ ചോദിച്ചപ്പോൾ റാക്ക് വേണമെന്ന്. റാക്കിയ ഇന്ന് രാവിലെ ഒരാൾ കുടിപ്പിക്കാൻ നോക്കിയതാ, അന്ന് നടന്നിട്ടില്ല. ഇന്നാണ് ഇയാള് നല്ല സ്വയംഭൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു സോറി, കോഫി വേണോ ചോദിച്ചു. വേണ്ട, കോഫി വേണ്ട. ഇവിടെയുള്ള ആളുകൾ വേഗം ചോദിക്കുക, അതാണ് അതിവിടെ കോമൺ ആണെന്ന് തോന്നുന്നു. ചെറിയൊരു വില്ലേജിലൂടെ പോകുന്നത്. മെയിൻ റോഡിന്റെ പണി നടക്കുന്ന കാരണം ഇതിലൂടെ ആണോ പോകേണ്ടത്? സ്ട്രൈറ്റ് ആണോ? എല്ലാ വണ്ടിയും സ്ട്രൈറ്റ് ആ പോകുന്നത്. സ്ട്രൈറ്റ് തന്നെ ആയിരിക്കാം. തൊട്ടടുത്തൊരു പുഴ പോകുന്നുണ്ട്. ഒന്ന് ഇറങ്ങി കുളിച്ചാലോ? നല്ല വെള്ളമാണോ നോക്കട്ടെ. നല്ല വെള്ളമാണെങ്കിൽ ഒന്ന് വാഷ് ചെയ്യാം, കുളിക്കാം. വെള്ളം നല്ലതല്ല. കുടിച്ച വേറെ ചെറിയൊരു ടൗൺ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ പോണ്ടേ? വില്ലേജ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനമാക്കിയിട്ട് പോവാം. സെൻട്രൽ കഫേ, വെസ്റ്റേൺ യൂണിയൻ. ഈ ഒരു കവല മാത്രമേ ഉള്ളൂ. ഇത് വേറെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. നാൽക്കവല. ഇവിടുന്ന് ഒരു പൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ പുള്ളി ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്. ഒന്ന് ട്രൈ ചെയ്യാം. ലെറ്റ്സ് ട്രൈ. ഒരു പ്രേതാലയം പോലെ ഒരു സ്ഥലം കേട്ടോ. രാത്രിയൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാവും. ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ടല്ലോ. ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ അതന്നെ വേണം. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാത്ത ടെക്നിക്കുകളാത്തത്. ന്യൂ ടെക്നിക്, യൂറോപ്യൻ ടെക്നിക്. In India, we are not using this. What are you using? Different. Just yeah, gum. Just put inside, then put gum. I saw they are using glue. Yeah, glue. and Yes. put it together. But in Europe, you are using this machine, right? Yes. What is your name? Marco, Marco. Da. Nice name. yours? Fayis. 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 I'm from India. From India. Going with bikes Yes. Going to London. to London. It's far. Yeah. Of course. ഈ ഒരു സാധനത്തിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബുണ്ട്. ടെമ്പറേച്ചർ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചൂടാവാൻ കാത്തിക്കണം.
അപ്പോൾ ചൂടാവും. അവിടെ ഒരു ചെറുതിനെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോകുന്നു നോക്ക്. അടിപൊളി. അതിനായിട്ടൊരു സ്പെഷ്യൽ സീറ്റും. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടില്ല.